ഏപ്രിൽ 9 മുതൽ മെയ് 4 UDF മെഗാ ഫണ്ട് കളക്ഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തും. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇതാ വരുന്നു ജയിച്ചു എന്നൊക്കെ ഇത് കഴിഞ്ഞ തവണ ഉണ്ടായല്ലോ. 2021 വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്നതിനിടയിൽ ഇതുപോലെ വിജയമുറപ്പിച്ചു. വകുപ്പ് വിഭജനം, ആരൊക്കെ ഏത് വകുപ്പ് മന്ത്രിമാരാകണമെന്നൊക്കെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ കേരളത്തിന് അറിയാം. ബാക്കി ഇപ്പോൾ വോട്ട് പെട്ടിയിലായി, കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. LDFന്റെ ഭരണം തുടരും. ബേപ്പൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആവർത്തിക്കുന്നില്ല. ബേപ്പൂരിൽ മികച്ച വിജയം ഉണ്ടാവും. 2021 സർവകാല റെക്കോർഡ് വോട്ടാണ് കിട്ടിയത്, 82,000. അതിനേക്കാൾ കൂടുതൽ വോട്ട് LDF നേടും. മികച്ച വിജയം. പൊതുവെ LDFന്റെ ഭരണം തുടരും. അതാണ് പൊതുവെ കാണുന്ന സ്ഥിതി. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ നിലയിൽ വികസനം ചർച്ച ചെയ്യപ്പെട്ടു. 2011-2016 UDF ഭരണവും കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണവും പൊതുവെ ജനങ്ങൾ കമ്പയർ ചെയ്തു. അതുകൊണ്ട് വെളിച്ചത്തുള്ള കേരളം ഇനിയും വീണ്ടും ഇരുട്ടിലേക്ക് പോവില്ല. നേരത്തെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തേക്ക് കൊണ്ടുവന്നതാണ്. അതാണ് പൊതു അഭിപ്രായം. പിന്നെ UDFന്റെ നേതൃത്വം ഏപ്രിൽ 9 മുതൽ മെയ് 4 വരെ ഭരണപക്ഷം പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും. അതിന് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നല്ല നിലയിൽ ഫണ്ട് കളക്ഷൻ നടത്താൻ സൗകര്യം ഉണ്ടാകും. കാരണം ഭരണത്തിൽ വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഫണ്ട് പിരിക്കാനൊക്കെ സൗകര്യം എന്നുള്ള നിലയിൽ ചില ആളുകൾ പറഞ്ഞു കേൾക്കുന്നു. കഴിഞ്ഞ 10 കൊല്ലം സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി LDF ഫണ്ട് കളക്ഷൻ നടത്തിയതിനേക്കാൾ ഏപ്രിൽ 9 മുതൽ മെയ് 4 UDF മെഗാ ഫണ്ട് കളക്ഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തും. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇതാ വരുന്നു ജയിച്ചു എന്നൊക്കെ ഇത് കഴിഞ്ഞ തവണ ഉണ്ടായല്ലോ. 2021 വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്നതിനിടയിൽ ഇതുപോലെ വിജയമുറപ്പിച്ചു. വകുപ്പ് വിഭജനം, ആരൊക്കെ ഏത് വകുപ്പ് മന്ത്രിമാരാകണമെന്നൊക്കെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ കേരളത്തിന് അറിയാം. ബാക്കി ഇപ്പോൾ വോട്ട് പെട്ടിയിലായി, കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. LDFന്റെ ഭരണം തുടരും. ഈ കോഴിക്കോട് എത്ര കണക്കുകളൊക്കെ എടുക്കേണ്ട സമയമായിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിന് പല നിലയിലും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പല സ്ഥലത്ത് നിങ്ങൾ പരിശോധിച്ചാൽ കാണാം, സാധാരണ തെരഞ്ഞെടുപ്പ് വരെയാണ് ഫണ്ട് പിരിവെങ്കിൽ ഇപ്പോൾ കട ഉണ്ട് പറഞ്ഞ് ഫണ്ട് പിരിവുകൾ പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫണ്ട് പിരിക്കുമ്പോൾ അതാ ഞങ്ങൾ ഭരണത്തിൽ വരാൻ വേണ്ടി പോവുകയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിച്ചാൽ കുറേ കൂടി ഫണ്ട് കൂടുതൽ വരും എന്നുള്ള ഒരു സൗകര്യം പലർക്കും ഉണ്ട് എന്നാണ് പൊതുവെ കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ തവണ 2001 ശേഷം തുടർച്ചയായി അവിടെ വലിയ വിജയങ്ങളാണ് LDF നേടുന്നത്. പക്ഷേ ഇത്തവണ അവിടെ ചില സീറ്റുകളിലെങ്കിലും തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. എന്താണ് അവിടുത്തെ ആ ജില്ലയിലെ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ്? അല്ല, കോഴിക്കോട് ജില്ലയിൽ മികച്ച വിജയം ഉണ്ടാവും. എല്ലാ തവണയും നല്ല മത്സരമാണെന്ന് പൊതുവെ പറയാറുണ്ടെങ്കിലും അവസാനം LDF വിജയിച്ചു വരുന്ന സ്ഥിതിയാണുള്ളത്. അത് ഇത്തവണയും ആവർത്തിക്കും. ബേപ്പൂരിൽ അതൊക്കെ നമുക്ക് എണ്ണീറ്റ് പറയാം എങ്ങനെയാണ്. പൊതുവെ ഉള്ളത് നമുക്ക് എണ്ണീറ്റ് സീറ്റിന്റെ എണ്ണൊക്കെ നോക്കിയിട്ട് പറയാം. ബേപ്പൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആവർത്തിക്കുന്നില്ല. ബേപ്പൂരിൽ മികച്ച വിജയം ഉണ്ടാവും. 2021 സർവകാല റെക്കോർഡ് വോട്ടാണ് കിട്ടിയത്, 82,000. അതിനേക്കാൾ കൂടുതൽ വോട്ട് LDF നേടും. മികച്ച വിജയം. ഈ UDFന്റെ ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രധാന കാരണമായി അവർ തന്നെ പറയുന്നത് ന്യൂനപക്ഷ വോട്ടർമാർ കൂട്ടത്തോടെ അവർക്ക് അനുകൂലമായി നിന്നു എന്നുള്ളതാണ്. അങ്ങനെ കാണുന്നുണ്ടോ? അങ്ങനെയൊന്നും ഒരു കൺസോൾട്ടേഷനും ഇല്ല. ഡെവലപ്മെന്റ് ആണ് എല്ലാവരും ചർച്ച ചെയ്തത്. പിന്നെ പൊതു പൊളിറ്റിക്സും, പിന്നെ കേരളത്തിൽ നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവന്നതും പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് വിജ്ഞാപനം ഇറക്കിയതൊക്കെ തന്നെ മതനിരപേക്ഷ മനസ്സുകളിൽ നല്ല മതിപ്പ് LDF സർക്കാരിന് അനുകൂലമായിട്ടുണ്ട്. പിന്നെ വികസനം, ജനക്ഷേമ പ്രവർത്തനം, ഇതൊക്കെ LDFന് അനുകൂലമാണ്. ഒരു LDF സർക്കാർ തന്നെ കേരളത്തിൽ തുടരും. മറ്റേത് ഞാനീ പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞു പോകാന്നുള്ളതാണ്. അത് കഴിഞ്ഞ വോട്ടെടുപ്പ് കഴിഞ്ഞ് 2021 വോട്ടെണ്ണൽ വരെയുള്ള UDF നേതാക്കന്മാരുടെ ബൈറ്റ് എടുത്ത് പരിശോധിച്ചാൽ, പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ ഇതിന്റെ അപ്പുറമായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതായത് കോൺഗ്രസ് BJP ഡീലുണ്ട് എന്ന് LDF ഉന്നയിച്ചു. അതിനെ പ്രതിരോധിക്കുന്ന ഒരു തിരിച്ചൊരു ആരോപണം UDF നടത്തി. തെരഞ്ഞെടുപ്പിന്റെ അവസാനമല്ലേ, വോട്ടെടുപ്പ് കഴിയുമ്പോൾ എന്തെങ്കിലും തരത്തിൽ ആശങ്ക അങ്ങനെ ഒരു ഡീൽ ചില മണ്ഡലം ഇല്ല, അങ്ങനെയൊന്നും ഒരു പ്രയാസം വരില്ല. ഇനിയിപ്പോൾ എന്ത് ഡീലുണ്ടെങ്കിലും UDFും BJPയും എന്ത് ധാരണയുണ്ടെങ്കിലും അതിനൊക്കെ മറികടക്കാനുള്ള ജനകീയ പിന്തുണ LDFനുണ്ട്.